ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിസ്സാര കാര്യമല്ല. ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ നിന്റെ വീട് വിട്ട് വെളിയിലിറങ്ങില്ലേ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ വെളിയിലിറങ്ങരുത്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറയുകയാണ്, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ വെളിയിലിറങ്ങരുത്. ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ഭർത്താവ് പോവുകയാ. അതാ കുറച്ചു ദിവസം കഴിഞ്ഞു, ആ പെണ്ണിന്റെ പിതാവ് രോഗം പിടിച്ച് കിടക്കുകയാണ്. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ. അല്ലാഹുവേ, ഭർത്താവ് വീടിന്റെ വെളിയിലിറങ്ങരുതെന്ന് പറഞ്ഞു. പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആളെ പറഞ്ഞു വിടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആളെ പറഞ്ഞു വിട്ടു. യാ റസൂലല്ലാഹ്, എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ് നബിയേ. എന്റെ ഭർത്താവ് വീടിന്റെ വെളിയിലിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് എന്റെ വാപ്പയൊന്ന് കാണാ പോകട്ടെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ വാക്കനുസരിക്കൂ. അല്ലാഹുവേ, അവിടുന്ന് പ്രവാചകൻ കൊടുത്ത മറുപടി അതാണ്. അതാ ദിവസങ്ങൾ കഴിഞ്ഞു, കുടുംബക്കാര് വന്നിട്ട് പറയുന്നു, പെണ്ണ്, നിന്റെ വാപ്പയതാ സക്രാത്തിന്റെ അവസ്ഥയിലാ, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. അവസാനമായി ജീവനോട് നിനക്ക് നിന്റെ പിതാവിനെ ഒന്ന് കാണണമെങ്കിൽ വരാ പറയുമ്പോ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് പ്രവാചകന്റെ മുന്നിലേക്ക് ആളയക്കുകയാണ്. നബിയേ, എന്റെ വാപ്പ സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ, ജീവനോടെ കാണാൻ കിട്ടുന്ന അവസാനത്തെ അവസരമോ, ഞാനൊന്ന് പോകട്ടെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പെണ്ണ്, ഭർത്താവ് പറയുന്നതനുസരിക്കലാണ് നല്ലത്. അല്ലാഹുവേ, അവിടുന്ന് അനുവാദം കൊടുത്തില്ല. കുറെ നേരം കഴിഞ്ഞു, അതാ കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, പെണ്ണ്, നിന്റെ വാപ്പ മരണപ്പെട്ടു പോയി, ഇനിയെങ്കിലും നിനക്കൊന്ന് വന്നുകൂടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ജന്മം നൽകി എന്റെ വാപ്പ മരിച്ചുപോയി നബിയേ. അവസാനമായി ഞാനൊന്ന് കാണാ പോകട്ടെ നബിയേ. ഭർത്താവ് വീടിന്റെ വെളിയിലിറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ വാക്കനുസരിക്കൂ. വാപ്പ മരിച്ചതുപോലെ കാണാ പോയില്ല പെങ്ങള്. ഭർത്താവിന്റെ വാക്കിന് വല്ലാത്ത വിലയാ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ വീട് വിട്ടിറങ്ങിയാ, തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് മരിച്ചു പോയാ, ദുനിയാവ് ആഖിറവും പോയി പെങ്ങള്. ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ